കൈത്താക്കാലം 7-ാം ചൊവ്വ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഭോഷനായ ധനികൻ. നല്ല വിളവ് ലഭിച്ചാൽ, നല്ല കച്ചവടം കിട്ടിയാൽ, നല്ല ശമ്പളം ലഭിച്ചാൽ ജീവിതം വിജയം നേടിയെന്ന് കരുതുന്നവരാണ് അധികം പേരും. യേശു അവരോട് പറയുന്നു, സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. ഒരു കൊച്ചു കടലാസിൽ സർക്കാർ മുദ്ര പതിക്കുമ്പോൾ അതിൻ്റെ മൂല്യം 1000-വും 10,000-വുമായി ഇരട്ടിക്കുന്നു. അതുപോലെ മനുഷ്യപ്രയത്നത്തിൽ ദൈവബലം കടന്നു വരുമ്പോഴാണ് 1000 ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിന് മൂല്യം വർദ്ധിക്കുക. ഇന്ന് നല്ല വിളവ് ലഭിച്ചാൽ മനുഷ്യൻ ദൈവത്തെ മറന്ന് ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ 7 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് എല്ലാം അവൻ്റെ മാത്രം നേട്ടമായി മാറുന്നു. എൻ്റെ ആത്മാവേ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവനെ നോക്കി യേശു വിളിക്കുന്ന പേര് ഭോഷ എന്നാണ്. ധനികനാകുന്നത് കൊണ്ടല്ല അവൻ ഭോഷനായത്, ജഡികമായതുകൊണ്ടാണ്. ജഡത്തിന് മാത്രം ഉപകരിക്കുന്ന ഈ ലോകസമ്പത്ത് സൃഷ്ടിച്ചു കൂട്ടി അഹങ്കരിക്കുന്നവരോട് ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നീ ഒരുക്കി വച്ച സമ്പത്തെല്ലാം ആരുടേതാകും എന്ന് യേശു ചോദിക്കുന്നു. ആത്മാവ് ദൈവത്തിന് മാത്രം സ്വന്തം എന്ന ബുദ്ധിയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം.